അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസം എന്ന് അറിയപ്പെടുന്ന റജബ് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി നമുക്ക് മുന്നിൽ വെറും 4 ദിവസം മാത്രമാണ്. ഇൻഷാ അള്ളാഹുവിൻ്റെ മാസമായ റജബ് നമ്മളിലേക്ക് അടുക്കുമ്പോഴേക്കും നമ്മളെല്ലാവരും ഒരുക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ കൽബ്, നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ച് വെക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് മാപ്പ് പറയുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിച്ച് വെക്കുകയും ചെയ്യുക. കാരണം റമദാൻ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. റമദാൻ എത്തുമ്പോഴേക്കും അതിന് തൊട്ട് മുമ്പേ വരുന്ന റജബിനെയും ഷഅബാനിനെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. റജബിനെ പരിഗണിച്ചവന് മാത്രമാണ് റമദാൻ നല്ല രീതിയിൽ ആയിത്തീരുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് റജബ് നമ്മളിലേക്ക് അടുക്കുകയാണ്. റജബ് അടുക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലെ കറകളെയും നമ്മൾ കഴുകിക്കളയുക, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക, നമീമത്ത്, ഗീബത്ത് തുടങ്ങിയിട്ടുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, മറ്റുള്ളവരോട് അസൂയ, കുശുമ്പ്, കിബിർ, അഹങ്കാരം എന്നിവ ഇല്ലാതെയാക്കുക. ഹൃദയത്തിനെ ശുദ്ധീകരിച്ചവരിലേക്ക് മാത്രമാണ് അല്ലാഹു തആല തിരിഞ്ഞു നോക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ആദ്യം ശുദ്ധീകരിച്ച് വെക്കുക. അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള റജബിൻ്റെ ആദ്യ രാവ് എന്ന് പറയുന്നത് ഒരുപാട് പോരിശകളും മഹത്വങ്ങളും നിറഞ്ഞിട്ടുള്ള ആദ്യത്തെ രാവാണ്. റജബിൻ്റെ പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഈ ഒരു സൂറത്ത് റജബിൻ്റെ ആദ്യ രാവിൽ തന്നെ ചൊല്ലുന്നവന് ആ ഒരു മാസത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല അവന് പൂർണ്ണ സംരക്ഷണം നൽകുകയും അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഒരുപാട് നേട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു റജബ് മാസത്തിന് വിജയകരമാക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ച് വെക്കുക എന്നതാണ്. ഖുർആൻ ഓതുക, അതുപോലെ തസ്ബീഹുകളും ദിക്റുകളും നമ്മൾ കൂടുതൽ ചൊല്ലിത്തുടങ്ങുക, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ചും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ചെറിയതും വലിയതുമായിട്ടുള്ള ദോഷങ്ങൾ പുറത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ്. ഇൻഷാ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിനുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.